എന്നാൽ വളരെ ന്യൂനാൽന്യൂനപക്ഷം പള്ളി പരിപാലിക്കുന്ന ആളുകൾ എന്തുകൊണ്ടോ വളരെ മോശമായിട്ട് ഈ പള്ളിയിൽ വരുന്ന ആളുകളോട് പെരുമാറുന്ന ഇത് കാണാൻ പറ്റും. അത് അവർക്ക് ചില തീരുമാനങ്ങളാണ്. അത്ഭുതമെന്ന് പറയാം. ആ, അവിടെ നിന്ന് ഉടനെ തന്നെ ഇമാമ് വന്ന് ഫാനിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നല്ല ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ ചെന്നതാണ്. അപ്പോൾ ജമാഅത്ത് സമയത്തല്ലേ പള്ളിയിൽ ഫാന് പൊതുവെ ഇടുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത പള്ളിയിൽ പോയി സ്വിച്ച് കണ്ടുപിടിച്ച് ഫാൻ ഇടുമ്പോൾ ഇപ്പോൾ ഫാൻ ഇടാൻ പറ്റില്ല എന്നൊക്കെ അവർ പറഞ്ഞാൽ അതൊരു മാനക്കേടാവണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ഫാനിൻ്റെ ചോട്ട് പോയി നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ഭുതമെന്ന് പറയാം. ആ, അവിടെ നിന്ന് ഉടനെ തന്നെ ആ ഇമാമ് വന്ന് ഫാനിട്ടു. ആ ഫാനിൻ്റെ ചോട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിച്ചു, ളുഹറിൻ്റെ സുന്നത്ത് നമസ്കരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോന്നപ്പോൾ അദ്ദേഹത്തോടൊരു ഭയങ്കര ഒരു ബഹുമാനവും ഒരു സ്നേഹമൊക്കെ തോന്നി. ഒന്ന് രണ്ട് വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ സംസാരിച്ചു. പിന്നെ ഒരു സമയത്ത് കണ്ട സമയത്ത് അപ്പോൾ പിന്നെ അപ്പോൾ പൊതുവേ പള്ളികളെക്കുറിച്ചുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു എന്നുള്ളതാണ്. ഒരാൾ പള്ളിയിൽ വരുമ്പോൾ ആ വരുന്ന വ്യക്തിയോട് വളരെ അനുഭാവപൂർവ്വം പെരുമാറുന്ന ധാരാളം നന്മകൾ ഈ പള്ളി പരിപാലിക്കുന്ന ആളുകൾക്കും ഇമാമിയങ്ങൾക്കും മുഅദ്ദിനുകൾക്കും ചെയ്തു കൊടുക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഇപ്പോൾ ചില ആളുകൾ കയറി വരുമ്പോൾ ബാത്റൂം എവിടെയെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന സ്ഥലത്താണ് ബാത്റൂമെന്ന് നമ്മളതിൻ്റെ ഏകദേശം പുറത്ത് തന്നെ നിന്നാൽ ജമാഅത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ കുറച്ച് പുറത്ത് ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് പല സ്ഥലത്തും പോയി അന്വേഷിച്ച് നോക്കി വരണം. ഒരു ഉപകാരമുള്ള സംഗതിയാണല്ലോ അത്. അതേപോലെ തന്നെ അവിടെയാണ് ഓതെടുക്കാനുള്ള സ്ഥലം എന്ന് അവർക്ക് അറിയില്ല, ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയാത്ത രൂപത്തിലുണ്ടാവും. അപ്പോൾ അതൊരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇതേപോലെ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഫാനും ലൈറ്റും സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്നത് എന്താണ് നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ പള്ളിയിൽ ചിലപ്പോൾ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അതിനെപ്പറ്റി അവർക്ക് അന്വേഷിക്കാണ്ടായിരിക്കും. നമുക്കത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരുടെ നിസ്കാരത്തിലോ കാര്യങ്ങളൊക്കെ വരുന്ന അപാകതകളുണ്ടാവും. അത് അവരെ അപമാനിക്കാതെ സ്നേഹപൂർവ്വം തിരുത്തി കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറേ നന്മകൾ അവർക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ വളരെ ന്യൂനപക്ഷം പള്ളി പരിപാലിക്കുന്ന ആളുകൾ എന്തുകൊണ്ടോ വളരെ മോശമായിട്ട് ഈ പള്ളിയിൽ വരുന്ന ആളുകളോട് പെരുമാറുന്ന ഇത് കാണാൻ പറ്റും. അത് അവർക്ക് ചില തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾക്കെതിരെ എന്ത് അഭിപ്രായങ്ങൾ പള്ളിയിൽ വരുന്ന ആളുകൾ പറഞ്ഞാലും ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കൂ എന്നൊരു വാശിയിൽ പെരുമാറുന്നത് പലപ്പോഴും സത്യത്തിൽ ഇത്തരം ജോലികൾക്ക് അവർ യോഗ്യരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾ നിസ്കാരത്തിൻ്റെ കുറച്ച് മുമ്പ് വന്നിട്ട് ഫാൻ ഇട്ടാൽ എന്ത് ചെയ്യാണ്, അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കി അച്ചടുണ്ടാക്കി ഇപ്പം എങ്ങനെ ഫാൻ ഇടാൻ പറ്റുക എന്ന് ചോദിച്ചു വേണം. അത് പിന്നെ നമ്മളിട്ട് കൊടുത്തിലേക്ക് വേണ്ട, ആളുകൾ ഇടുമ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, അതിനോടൊക്കെ അങ്ങനെ മോശമായി പ്രതികരിക്കാൻ പറ്റും. പിന്നെ ആര് ഫാൻ ഇട്ടാലും ഇത് പോയി ഓഫാക്കുക, ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? അതേപോലെ തന്നെ ഉള്ളൊരു കാര്യമാണെന്ത്, പിന്നെ നമ്മൾ ഈ നിസ്കാരത്തിൽ വൈകി വരുന്ന ആളുകൾക്ക് പലപ്പോഴും സ്റ്റൂളോ കസേരയൊക്കെ ആവശ്യമായി വരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, കിട്ടുന്നൊരു സ്ഥലത്താണെങ്കിൽ വേഗത്തിൽ എത്ര വൈകി വന്നാലും നിസ്കാരത്തിൽ വരുന്ന ആളുകൾക്ക്, മസ്ബൂക്കായി വരുന്ന ആളുകൾക്ക് അത് ഇരിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടാവുന്ന സ്ഥലത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധ ബുദ്ധി അവിടെ വെക്കൂല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി, ഒരു വാശിയും എന്ത് ചെയ്യാണ് പലപ്പോഴും ഉണ്ടായിട്ട് അതൊരു പ്രശ്നമായിട്ട് വരുന്നൊരവസ്ഥ. അതേപോലെ തന്നെ മൗമൂമിങ്ങൾക്ക് ഫാനിൻ്റെ കാറ്റ് ലഭ്യമാകുന്ന രൂപത്തിൽ നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുക. അപ്പോൾ എന്തായിരുന്നാലും വാശി പിടിച്ച് അതിന് സമ്മതിക്കാത്ത രൂപത്തിൽ നമസ്കാരത്തിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തുക. പല പല കാര്യം അതേപോലെ വരുന്ന ആളുകളെ വെറുതെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ സത്യത്തിൽ ഒരു പള്ളി ജീവനക്കാരിൽ ഉണ്ടാവാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾക്ക് ചെറിയ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ, പക്ഷേ പള്ളിയുമായി ബന്ധപ്പെട്ട് ധാരാളം നന്മകൾ നമുക്കുണ്ടാക്കാൻ പറ്റും. അതിനുള്ള അവസരങ്ങൾ അന്വേഷിക്കുക എന്നല്ലാതെ നമ്മൾ ആളുകളെ വെറുപ്പിക്കുകയും ആളുകളെ അകറ്റുകയും ചെയ്യുന്ന ഒരു സമീപനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം. അള്ളാഹു സഹായിക്കട്ടെ.